പ്രേഷിത തൊട്ടറിഞ്ഞ വിശ്വാസം നൽകിയ ദാതാ മാർത്തോമാ ശ്ലീഹായേ ഭാരതത്തിൻ പ്രേഷിത തൊട്ടറിഞ്ഞ വിശ്വാസം നൽകിയ ദാതാ എന്റെ കർത്താവേ എന്റെ ദൈവമേ അങ്ങയോടൊപ്പം ഇവർ ചൊല്ലിടാം താതാ ഞങ്ങൾക്കായി മാധ്യസ്ഥമേകണേ താതാ ഞങ്ങൾക്കായി മാധ്യസ്ഥമേകണേ മാർത്തോമാ ശ്ലീഹായേ ഭാരതത്തിൻ പ്രേഷിത തൊട്ടറിഞ്ഞ വിശ്വാസം നൽകിയ താതാ ശ്ലീഹായേ ഭാരതത്തിൻ പ്രേഷിത തൊട്ടറിഞ്ഞ വിശ്വാസം നൽകിയ ദാതാ മാർത്തോമാ ശ്ലീഹായേ ഭാരതത്തിൻ പ്രേഷിത തൊട്ടറിഞ്ഞ വിശ്വാസം നൽകിയ ദാതാ എന്റെ കർത്താവേ എന്റെ ദൈവമേ അങ്ങയോടൊപ്പം ഇവർ ചൊല്ലിടാം താതാ ഞങ്ങൾക്കായി മാധ്യസ്ഥമേകണേ താതാ ഞങ്ങൾക്കായി മാധ്യസ്ഥമേകണേ മാർത്തോമാ ശ്ലീഹായേ ഭാരതത്തിൻ പ്രേഷിത തൊട്ടറിഞ്ഞ വിശ്വാസം
റെഡി. അടുത്ത ഗ്രൂപ്പ് ഏതാണ്? അടുത്ത ഗ്രൂപ്പ് റെഡി. 1 2 3 സ്റ്റാർട്ട്. ആർക്കും വിളിക്കാം. ആർക്കും വേണമെങ്കിൽ വിളിക്കാം. വിളിക്കാം. റെഡി. 1 2 3 സ്റ്റാർട്ട്. റെഡി. 1 2 3 സ്റ്റാർട്ട്. ഇതൊരു പരീക്ഷണമാണ് കേട്ടോ. ഇതൊരു പരീക്ഷണമാണ്. ആരും വിജയിക്കുന്നു. ഈ രാജ്യത്തെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പെൺകുട്ടികൾ വളരെ ആക്റ്റീവാണ്. ആൺകുട്ടികൾ ഇങ്ങനെ പമ്മി 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 നിൽക്കുന്നു. കൈയടിക്കാൻ വളരെ ഭംഗിയായിട്ട് എപ്പോഴും ഉദ്ധരിക്കുന്ന ബൈബിളിലെ സങ്കീർത്തന ഭാഗമേ, ഞാൻ റെഡി തന്നെ, പാത്രം കമത്തി വെച്ചിരിക്കുന്നു, ഞാൻ ഇതാ വിളമ്പിക്കൊണ്ടേയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ സമ്മാനം വാങ്ങാൻ തയ്യാറല്ലാന്ന് ചൊല്ലുക. 121 സങ്കീർത്തനമാണ്. പർവ്വതങ്ങളിലേക്ക് ഞാൻ കണ്ണുകൊണ്ടേക്കുന്നു, ആരുടെ ഓക്കെ സമ്മാന പൈസ എന്റെ പറഞ്ഞു. ബൈബിളിൽ എത്ര വചനമാണ്? കമ്മതിയിൽ ഒറ്റ പറച്ചിലേ, എത്ര വചനങ്ങളുണ്ട്? 31,102 വചനമാണ് ബൈബിളിലുള്ളത്. ഓക്കെ, അങ്ങനെയെങ്കിൽ ബൈബിളിലെ സെൻട്രൽ വാചകം ഏതാണ്? അത് ഞാൻ പഠിപ്പിക്കുന്ന സമയത്ത് പെന്തക്കോസ്തുകാരുടെ പെണ്ണ് ക്ലാസ്സിൽ വെച്ച് പറഞ്ഞത് കേസാണ്. ഞാൻ എനിക്ക് ഗമേ ചോദിച്ചു, ബൈബിളിലെ സെൻട്രൽ വാചകം ഏതാണ്? ഉടനെ എല്ലാവരും സിസ്റ്റർമാരുണ്ട്, ചെറുമാച്ചന്മാരുണ്ട്, ഒരച്ഛനുണ്ട്, ഇവരെല്ലാം 122 മലയാളം പഠിപ്പിച്ചിട്ടുണ്ട്. 100 സിസ്റ്റർ ജോസിയാണ് മലയാളം. ഇപ്പൊ 122 130 പേരുടെ ക്ലാസ്സിലാണ്. അങ്ങനെയുള്ള കുട്ടികളുള്ളത്. ഞാൻ ബൈബിളിലെ സെൻട്രൽ വാചകങ്ങൾ ഞാൻ ആർക്കറിയാമെന്ന് പറഞ്ഞ ചക്രിയായ ഒരു കഥ പഠിപ്പിക്കുന്ന ബൈബിൾ അധിഷ്ഠിതമായ കഥയാണ്. അത് പഠിപ്പിക്കുന്ന സമയത്ത് തന്നെ ബൈബിളിലെ സെൻട്രൽ വാചകങ്ങൾ അങ്ങനെ ചോദിച്ചു കഴിയുമ്പോൾ ചെമ്മാച്ചൻ വെറുതെ ഇരിപ്പുണ്ട്, അച്ഛൻ വെറുതെ ഇരിപ്പുണ്ട്, കന്യാസിമാരും ഒന്നും അറിയത്തില്ല. അല്ലെങ്കിൽ പിള്ളേരുകളൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നു. കുശിനി കുട്ടികളുണ്ട്, കിണ്ടു കുട്ടികളുണ്ട്, എല്ലാ വിഭാഗത്തിലുള്ള കുട്ടികളുണ്ട്. അങ്ങനെ നിൽക്കുമ്പോൾ ഒരു പെൺകൊച്ചി ഇങ്ങനെ കൈകൊട്ടു, ഒരു പെൺകൊച്ചി കൈകൊട്ടു. കൈകൊണ്ട് എന്ത് ചെയ്യണമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കാം. വിജയിക്കാൻ 4 കാര്യം. 4 Ds for success. ഏതെങ്കിലും പറയാൻ പറ്റുമോ? അങ്ങനെ സമ്മാനം തരും. 4 Ds for success.